എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നത്? പ്രത്യേകിച്ച് യൗവനക്കാർ കൊലപാതകം പോലുള്ള കുറ്റങ്ങളിൽ പ്രതികളാകുന്നത്. കുറ്റകൃത്യം ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചുള്ള ഭയമില്ലാത്തതാണ് ഒരു പ്രധാന കാരണം. നമ്മൾ കുട്ടികളെക്കുറിച്ച് പറയുമ്പോൾ കുട്ടികളെ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ ട്രെയിൻ ചെയ്യുന്നത് ശിക്ഷയെക്കുറിച്ചുള്ള ഭയം നൽകിക്കൊണ്ടാണ്. കാരണം അവർ പക്വതയില്ലാത്തവരാണ്. പക്വതയില്ലാത്തവർക്ക് ശിക്ഷയും വേദനയും മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ആ നിലയിൽ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നത്. എന്നാൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിനും ഒരു പ്രത്യാഘാതവുമില്ല, അതുകൊണ്ട് എനിക്കൊരു ഭവിഷ്യത്തുമില്ല എന്നൊരു തോന്നൽ ആളുകളിൽ ഉണ്ടായാൽ കുറ്റം ചെയ്യാനുള്ള ഭയമില്ലാതെയാകും. അതൊരു പ്രധാന കാരണമാണ്. നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട് എന്ന് പറയാൻ ദുഃഖമുണ്ട്, പക്ഷേ അത് സത്യമാണ്. ഒരു കൊലപാതകം ചെയ്ത വ്യക്തിക്ക് ശിക്ഷ നൽകണം എന്നുള്ളത് നമ്മുടെ നിയമവ്യവസ്ഥ പറയുന്ന ഒരു കാര്യമാണ്. എന്നാൽ ആ ശിക്ഷ പര്യാപ്തമല്ല എന്ന ഒരു തോന്നൽ ഭൂരിപക്ഷം ആളുകൾക്കും ഉണ്ട്. ഉദാഹരണത്തിന്, ഒരു കൊലപാതകം ചെയ്ത ഒരു വ്യക്തിക്ക് പരമാവധി ശിക്ഷ നൽകണം എന്ന് വാദിക്കുന്ന പ്രോസിക്യൂഷൻ വക്കീലന്മാരുണ്ടെങ്കിലും അപൂർവമായി മാത്രമേ പരമാവധി ശിക്ഷ നൽകാറുള്ളൂ. പരമാവധി ശിക്ഷ നൽകുന്നത് എന്തോ വലിയ തെറ്റാണ് എന്ന നിലയിലുള്ള ഒരു ധാരണ പോലും നമ്മൾക്കിന്നുണ്ട്. അത് മാത്രമല്ല, ജീവപര്യന്തം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടവ് ശിക്ഷ കൊലപാതകം പോലെയുള്ള തെറ്റുകൾ ചെയ്തവർക്ക് നൽകുമ്പോൾ അവർ 11 വർഷങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങുകയാണ്. അവരുടെ ജീവിതത്തിൽ നിന്നും 11 വർഷങ്ങൾ ജയിലിൽ കഴിയാൻ മനസ്സുണ്ടെങ്കിൽ കൊലപാതകം പോലെ ഒരു ഹീനകൃത്യം ചെയ്യാമെന്ന് ആളുകൾക്ക് തോന്നുന്നു. ഇത് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിൽ ഒരു നല്ല പങ്ക് വഹിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് മാത്രമല്ല, പല ആളുകളും കുറ്റകൃത്യം ചെയ്തതിന് ശേഷം പിടിക്കപ്പെട്ടു, അവരെ കോടതിയിൽ ഹാജരാക്കി. പക്ഷേ അവർ പണവും സ്വാധീനവും ഉപയോഗിച്ച് അവരുടെ ശിക്ഷയിൽ നിന്നും ഇളവ് നേടിയിട്ടുണ്ട്. മാത്രമല്ല, അത്തരം ആളുകളെ മഹത്വവൽക്കരിക്കുകയാണ്. ഞാൻ ഒരു വലിയ തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരാളെ കൊന്നു, ഞാൻ പുഷ്പം പോലെ ഇറങ്ങിപ്പോന്നു എന്ന മട്ടിലാണ് ആളുകൾ ജീവിക്കുന്നത്. ഇത് പൊതുസമൂഹം കാണുന്നുണ്ട്, നമ്മുടെ കുട്ടികളും കാണുന്നുണ്ട്. കൊലപാതകം പോലെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് പരമാവധി ശിക്ഷ കൊടുക്കേണ്ടതാണ്. അതിൽ ധാർമ്മികതയുടെ പ്രശ്നമൊന്നുമില്ല. ചില ആളുകൾ അങ്ങനെ വാദിക്കാറുണ്ടല്ലോ. അപ്പോൾ ഇത്തരം കഠിനമായ ശിക്ഷകൾ ഇല്ലാതായതിൻ്റെ ഒരു കാരണം ഈ മനുഷ്യത്വവാദികൾ എന്ന് പറയുന്ന ആളുകളാണ്. അവരുടെ ഉദ്ദേശം ഒരുപക്ഷെ നല്ലതായിരിക്കും, പക്ഷേ അവർ മനസ്സിലാക്കാത്ത ഒരു കാര്യം, ഈ കൊല ചെയ്യപ്പെട്ടയാളോട് യാതൊരു കരുണയോ അനുകമ്പയോ കാണിച്ചില്ല. അയാൾ ചെയ്യാത്ത അനുകമ്പയും കരുണയും അയാളോട് ചെയ്യേണ്ട യാതൊരു കാര്യവും ഇല്ല. കൊലപാതകം ചെയ്യുന്ന ഒരു വ്യക്തി സമൂഹത്തിൽ ജീവിക്കുവാൻ യോഗ്യനല്ല. എന്ന് വെച്ചാൽ അയാൾ സമൂഹത്തിൽ ജീവിച്ചാൽ അത് മറ്റുള്ളവരുടെ ജീവന് അപകടമാണ്. അതുകൊണ്ടാണ് അയാളെ സമൂഹത്തിൽ ജീവിക്കാൻ അനുവദിക്കാതിരിക്കേണ്ട ആവശ്യകതയുള്ളത്. അതുകൊണ്ടാണ് വധശിക്ഷ പോലെയുള്ള ശിക്ഷകൾ, ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകുന്നത്. ഇനി ചില രാജ്യങ്ങളിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കുന്നില്ലെങ്കിലും അവിടെ ജീവപര്യന്തം തടവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ ചുരുക്കം ചില വർഷങ്ങളല്ല. 20 വർഷം, 40 വർഷം, 60 വർഷം ആ വിധി പ്രസ്താവിക്കുമ്പോൾ ആ ജഡ്ജി ഉദ്ദേശിക്കുന്നത് ഇയാൾ ഒരു കാരണവശാലും പൊതുസമൂഹത്തിൽ ജീവിക്കരുത്, മറ്റുള്ളവരോടൊപ്പം ജീവിക്കരുത്, അത് അപകടമാണ്. ആ ഒരു ഉദ്ദേശത്തിലാണ് ആ ശിക്ഷ നൽകുന്നത്. ഇനി മറ്റൊരു രസകരമായ കാര്യം, ബൈബിളിൽ ദൈവം രക്തം ചൊരിയുന്ന മനുഷ്യന്, അതായത് കൊലപാതകം ചെയ്യുന്ന മനുഷ്യന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബൈബിളിലെ ആദ്യത്തെ പുസ്തകത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 9-ാം അധ്യായത്തിൽ, അതായത് നോഹയുടെ കാലത്തെ പ്രളയം കഴിഞ്ഞ് നോഹയും കുടുംബവും പുറത്തിറങ്ങിക്കഴിഞ്ഞ് ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്, രക്തം ചൊരിയുന്നവന്
അവന് അതേ ശിക്ഷ തന്നെ കൊടുക്കും. എനിക്ക് 9-ാം അധ്യായം 6-ാം വാക്യമാണ്, ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. ആരെങ്കിലും മനുഷ്യൻ്റെ രക്തം ചൊരിയിച്ചാൽ അവൻ്റെ രക്തം മനുഷ്യൻ ചൊരിയിക്കും. ദൈവത്തിൻ്റെ സ്വരൂപത്തിലല്ലോ മനുഷ്യനെ ഉണ്ടാക്കിയത്. അപ്പോൾ ദൈവം നേരിട്ട് പറഞ്ഞ കാര്യമാണ് കൊലപാതകം ചെയ്ത ഒരാൾക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന്. ഇതേ കാര്യം തന്നെ ഇസ്രായേൽ മക്കൾക്ക് ന്യായപ്രമാണം കൊടുത്തപ്പോഴും പറയുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഈ ഇന്ന് ലോകത്തുള്ള വിവിധ രാജ്യങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നിയമവ്യവസ്ഥകളെല്ലാം മൊസൈക് ലോ അല്ലെങ്കിൽ ദൈവം മോശയ്ക്ക് കൊടുത്ത ന്യായപ്രമാണത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നിയമങ്ങളാണ്. അതിൻ്റെ ആ പ്രിൻസിപ്പിൾസ് ആണ് എടുത്തിട്ടാണ് ഈ പിനൽ കോഡുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ സംഖ്യാപുസ്തകത്തിൽ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന നിയമങ്ങളിൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഒരാൾ അബദ്ധവശാൽ ഒരാളെ കൊന്നു, അതിന് മാൻസ്ലോട്ടർ എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. നമ്മൾ മലയാളത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ. അതായത് ഇപ്പം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, അതിലൊരാൾ കൊല്ലപ്പെട്ടു. അപ്പോൾ ആ വണ്ടി ഓടിച്ച ആൾക്ക് അയാളെ കൊലപാതകനായി കണക്കാക്കി അയാളെ കൊല്ലുക, അങ്ങനെ ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്. പക്ഷേ ബൈബിൾ പറയുന്നത് അങ്ങനെ ചെയ്യരുത്. അയാൾ മനഃപൂർവ്വം ചെയ്യാത്തതുകൊണ്ട് അയാളുടെ ദാക്ഷിണ്യം കാണിക്കണം, അയാൾക്ക് രക്ഷപ്പെടാനൊരു വഴി ഒരുക്കണം. ആ കാര്യമാണ് 35-ാം അധ്യായത്തിൽ പറയുന്നത്. എന്നാൽ അതേ അധ്യായത്തിൽ തന്നെ ഒരാൾ മുൻവൈരാഗ്യം വെച്ച് ഒരാളെ എറിഞ്ഞോ അടിച്ചോ കൊലപ്പെടുത്തിയാൽ അയാളോട് ഒരു കാരണയും കാണിക്കരുത്, അയാളെ കൊന്നു കളയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് 16 മുതലുള്ള വാക്യങ്ങൾ കാണാം. 16, 17, 2 വാക്യങ്ങളൊന്ന് വായിച്ചാൽ മതി. ഓക്കെ. അത് എന്നാൽ ആരെങ്കിലും ഇരുമ്പായുധം കൊണ്ട് ഒരുത്തിനെ അടിച്ചിട്ട് അവൻ മരിച്ചു പോയാൽ അവൻ കൊലപാതകൻ മരണശിക്ഷ അനുഭവിക്കണം. മരിപ്പാൻ തക്കവണ്ണം ആരെങ്കിലും ഒരുത്തിനെ കല്ലെറിഞ്ഞിട്ട് അവൻ മരിച്ചു പോയാൽ അവൻ കൊലപാതകൻ മരണശിക്ഷ അനുഭവിക്കണം. ഇനി അതിൻ്റെ തന്നെ 30 മുതലുള്ള വാക്യങ്ങളെന്ന് പറയാം. 30, 31 വാക്യം. ആരെങ്കിലും ഒരുത്തിനെ കൊന്നാൽ കൊലപാതകൻ സാക്ഷികളുടെ വാമൊഴി പ്രകാരം മരണശിക്ഷ അനുഭവിക്കണം. എന്നാൽ ഒരു മനുഷ്യന്റെ നേരെ മരണശിക്ഷയ്ക്ക് ഏക സാക്ഷിയുടെ മൊഴി മതിയാകുകയില്ലെന്നതല്ല. മരണയോഗ്യനായ കൊലപാതകന്റെ ജീവന് വേണ്ടി നിങ്ങൾ വീണ്ടെടുപ്പ് വില വാങ്ങരുത്, അവൻ മരണശിക്ഷ തന്നെ അനുഭവിക്കണം. സങ്കേത നഗരത്തിലേക്ക് ഓടിപ്പോയവൻ പുരോഹിതന്റെ മരണത്തിനു മുമ്പ് നാട്ടിൽ മടങ്ങി വന്ന് പാർക്കേണ്ടതിന് നിങ്ങൾ വീണ്ടെടുപ്പ് വില വാങ്ങരുത്. നിങ്ങൾ പാർക്കുന്ന ദേശം അങ്ങനെ അശുദ്ധമാക്കരുത്. രക്തം ദേശത്തെ അശുദ്ധമാക്കുന്നു. ദേശത്തിൽ ചൊരിഞ്ഞ രക്തത്തിനു വേണ്ടി രക്തം ചൊരിയിച്ചവൻ്റെ രക്തത്താലല്ലാതെ ദേശത്തിന് പ്രായശ്ചിത്തം സാധ്യമല്ല. അപ്പോൾ അവിടെ പ്രീമെഡിറ്റേറ്റഡ് മർഡർ, കരുതിക്കൂട്ടിയുള്ള കൊലപാതകം, അങ്ങനെയുള്ള ആളോട് ഒരു ദാക്ഷിണ്യവും കാണിക്കരുത്. പിന്നെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ചെയ്ത ആളുകൾക്ക് രക്ഷപ്പെടാനുള്ളതാണ് സങ്കേത നഗരം, അവിടെ പോയി അവർക്ക് രക്ഷപ്പെടാം. 3-ാമത്തെ കാര്യം, ഒരു കാരണവശാലും കൊലപാതകന്റെ ശിക്ഷ പൈസ വാങ്ങി ഇളച്ചു കൊടുക്കരുത്. റിഡംഷൻ മണി എന്നോ പല പേരുകളിലുണ്ടല്ലോ. ഇത്രയും പൈസ കൊടുത്താൽ കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെടാം, അത് പാടില്ല. ബ്ലഡ് മണി, അത് പാടില്ല. അത് നേരിട്ട് കൊടുത്താലും കൈക്കൂലിയായിട്ട് കൊടുത്താലും അത് ശരിയല്ല. പക്ഷെ ഇതിൻ്റെ ഒക്കെ ഏറ്റവും വലിയ ഭവിഷ്യത്ത് എന്ന് പറയുന്നത്, അതാണ് അവസാനം വായിച്ചത്, ഒരു കൊലപാതകം നടന്നു, ഒരു വ്യക്തിയുടെ രക്തം നമ്മുടെ നാട്ടിൽ ചൊരിഞ്ഞു. ആ കൊലപാതകം ചെയ്തയാൾ ആ നാട്ടിൽ ശിക്ഷ അനുഭവിക്കാതെ ജീവിച്ചാൽ ആ നാടിന് അത് ശാപമാണ്. ഇത് പല ആളുകളും മനസ്സിലാക്കുന്നില്ല. നമ്മുടെ മനസാക്ഷി അനുസരിച്ച് നോക്കിയാൽ തന്നെ ഒരാളെ ഒരു കരുണയുമില്ലാതെ കൊന്നുകളഞ്ഞ ഒരാൾ ഒരു ശിക്ഷയും വാങ്ങാതെ ഒരു നാട്ടിൽ ജീവിച്ചാൽ അവിടെ എന്തോ കുഴപ്പമുണ്ട്, അവിടെ ധാർമ്മികത നിലനിൽക്കുന്നില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഇത്തരം തെറ്റുകൾക്ക് കഠിനമായ ശിക്ഷ ഉറപ്പുവരുത്തിയില്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹവും നമ്മുടെ യുവതലമുറയും ഈ കാര്യങ്ങൾ മനസ്സിലാക്കും. മറ്റുള്ളവർ മനസ്സിലാക്കുന്ന പോലെ അവരും മനസ്സിലാക്കും. അപ്പോൾ ഈ ഒരു കൊലപാതകം ചെയ്താൽ ഇത്രേ ഉള്ളൂ എന്ന് അവർക്ക് തോന്നും. അത് ചെയ്യാനുള്ള ഒരു പ്രേരണയാണ് എന്ന് കാണാം. കൊലപാതകം ചെയ്യുന്നതിന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നൽകുന്ന രാജ്യങ്ങൾ, വളരെ ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾക്ക് വധശിക്ഷ നൽകുന്ന രാജ്യങ്ങളുണ്ട്. പക്ഷെ അവിടെയുള്ള ആളുകൾ ഇങ്ങനെ
കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നില്ലേ? അത് പേടിയില്ലാത്തതുകൊണ്ടാണോ? നല്ലൊരു ചോദ്യമാണ്. കഠിനമായ ശിക്ഷയുള്ള രാജ്യങ്ങളിലും ഇത്തരം കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ഇല്ലാതാകുന്നില്ല, നടക്കുന്നുണ്ട്. അപ്പോൾ ശിക്ഷ ഒരിക്കലും മനുഷ്യനെ ആത്യന്തികമായി നല്ലവനാക്കുന്നില്ല. അതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു വ്യക്തി ഒരു കുറ്റം ചെയ്യുന്നത് ശിക്ഷയോടുള്ള പേടി ഇല്ലാത്തത് കൊണ്ട് മാത്രമല്ല. എല്ലാവരും ചെയ്യുന്നില്ലല്ലോ, എല്ലാവർക്കും ഒരുപോലെയല്ല ഈ കാര്യങ്ങളൊക്കെ. എല്ലാവരും കൊലപാതകം ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ചില വ്യക്തികൾക്ക് ധാർമ്മികമായൊരു പ്രശ്നമുണ്ട്, ധാർമ്മികമായ അധപ്പതനം അതവർക്കുണ്ട്. അതുകൊണ്ടാണ് അവർ കൊല ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവന് ഒരു വിലയുമില്ലാതെ അവർ പെരുമാറുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്: ആരാണ് ഈ ധാർമ്മികത തീരുമാനിക്കുന്നത്? ഓക്കെ, ഓരോരുത്തർക്കും ഓരോ ധാർമ്മികതയാണോ? ഇപ്പോഴത്തെ കാലത്ത് വളരെ പ്രചാരത്തിലുള്ള ഒരു ചൊല്ലുണ്ട്: വാട്ട് ഈസ് റൈറ്റ് ഫോർ യു ഈസ് നോട്ട് റൈറ്റ് ഫോർ മീ. എന്ന് പറഞ്ഞാൽ നിനക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം എനിക്ക് ശരിയല്ല, അല്ലെങ്കിൽ എൻ്റെ ശരി നിൻ്റെ ശരി ആയിരിക്കണമെന്നില്ല. അപ്പോൾ വളരെ ആപേക്ഷികമാണ് ധാർമ്മികത എന്ന് ആണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഇത് വളരെ സ്റ്റൈലായിട്ട് പലരും പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിലും ഇത് വളരെ അപകടം പിടിച്ച ഒരു പ്രസ്താവനയാണ്. ഇതിൻ്റെ കുഴപ്പം, ഇപ്പോൾ ഒരാൾ മോഷ്ടിക്കാൻ പോകുന്നു എന്ന് വിചാരിക്കുക. മോഷ്ടിക്കുന്നവന് മോഷ്ടിക്കുന്നതാണ് ശരി, പക്ഷെ ഉടമസ്ഥനോട് ചോദിച്ചാലോ അത് തെറ്റാണ്. അപ്പോൾ കള്ളന് ശരിയാണ്, പക്ഷെ സാധനം നഷ്ടപ്പെട്ടവന് ശരിയല്ല. അപ്പോൾ ആരാണ് ഇവിടെ മൊറാലിറ്റി അല്ലെങ്കിൽ ധാർമ്മികത നിർവചിക്കുന്നത്? ആരാണ്? അപ്പോൾ പല ആളുകളും പറയുന്നത് നമുക്കൊരു ആബ്സല്യൂട്ട് മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പാലിക്കാൻ പറ്റുന്ന ഒരു ധാർമ്മികത ഇല്ല എന്നൊക്കെ പറയും. വേറെ ചിലർ പറയുന്നത് മനസാക്ഷിക്കനുസരിച്ച്, ഓരോരുത്തരുടെ മനസാക്ഷി അനുസരിച്ചാണ്. അവിടെ ഇതേ പ്രശ്നം തന്നെയാണ്. ഒരു മനസാക്ഷി കുത്തുമില്ലാതെ ആളുകളെ കൊന്നു തിന്നുന്നവരുണ്ട്. അവർക്കത് ശരിയാണ്. അപ്പോൾ മനുഷ്യൻ്റെ ധാർമ്മികത നിർണയിക്കുന്നത് അവരുടെ മനസാക്ഷിയോ അല്ലെങ്കിൽ അവർ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളോ അല്ല. ധാർമ്മികത നിർവചിക്കുവാൻ ഒരാൾക്കേ അധികാരമുള്ളൂ, മനുഷ്യനെയും മനുഷ്യൻ്റെ മനസാക്ഷിയെയും സൃഷ്ടിച്ച ദൈവത്തിന്. ധാർമ്മികത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവ ഗുണമാണ്, ആട്രിബ്യൂട്ട്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. അത് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സ്വഭാവ ഗുണമാണ്. അതുകൊണ്ടാണ് മനുഷ്യന് ഈ മനസാക്ഷിയും ധാർമ്മികതയും ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു കാര്യം വായിച്ചു: ദൈവം മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു എന്ന് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ആ ധാർമ്മിക നിലവാരം, അതിൻ്റെ ഒരംശം മനുഷ്യന് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ ബൈബിൾ പറയുന്നത് തെറ്റ് ചെയ്ത് പാപിയായി മാറി, എങ്കിലും അവൻ്റെ ഉള്ളിൽ വികലമായതെങ്കിലും ഒരു ധാർമ്മികതയുണ്ട്. പക്ഷേ ആ ധാർമ്മികതയല്ല, മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആ ധാർമ്മികതയല്ല നമ്മുടെ അടിസ്ഥാനം, അല്ലെങ്കിൽ അതല്ല സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡ് എപ്പോഴും ദൈവത്തിൻ്റെ ധാർമ്മികതയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ ധാർമ്മികത തീരുമാനിക്കേണ്ടത് ദൈവമാണ്. അവിടെയാണ് മനുഷ്യന് തെറ്റുപറ്റിയത്. അതാണ് നമ്മുടെ സമൂഹത്തിലെ മൂല്യച്യുതിയുടെ ഒരു പ്രധാന കാരണം.